ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജി കെ കേരളയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ഇൻ, അതായത് എക്സിം ബാങ്ക് ആണ് ഉദ്ദേശിച്ചത്. എക്സിം ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷത്തിലാണെന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. 1982 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതുപോലെ 1982 മറ്റൊരു പ്രത്യേകതയാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തതും 1982 നബാർഡ്, അതും ഓർത്തു വയ്ക്കാം. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ടീ ഇൻ ദ കൺട്രി, നമ്മുടെ രാജ്യത്തെ ഏത് സംസ്ഥാനമാണ് തേയില കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ആസാമാണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് കിടക്കാം. ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ, ഗ്രീൻ റവല്യൂഷൻ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1966 to 67 ആ വർഷമാണ് തുടങ്ങിയത്. 3 വർഷമായിരുന്നു ഗ്രീൻ റവല്യൂഷന്റെ പീരീഡ് ഉണ്ടായിരുന്നത്. അതുപോലെ ശ്രദ്ധിക്കണം, വീറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് കൺട്രീസ് ഈസ് നോട്ട് എ മെമ്പർ ഓഫ് ബ്രിക്സ് ഗ്രൂപ്പ്? നമുക്കറിയാം, ബ്രിക്സ് എന്ന് പറയുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക. നമുക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ റൈറ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി, ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ ബ്രിക്സിലെ മെമ്പർ അല്ല. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഡയറക്റ്റ് ടാക്സ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, GST ആണ് ഡയറക്റ്റ് ടാക്സ് അല്ലാത്തത്. ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇത് മൂന്നും ഡയറക്റ്റ് ടാക്സ് ആണ്. GST ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. പ്രത്യേകം ഓർത്ത് വയ്ക്കുക, GST എന്നുള്ളത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which of the following is represented by Lorenz curve? Lorenz curve represent ചെയ്യുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ആണ് റൈറ്റ് ആൻസർ. ഇൻ ഇന്ത്യ, എക്കണോമിക് റീഫോം പോളിസീസ് were introduced in which year? ഇന്ത്യയിലെ എക്കണോമിക് റീഫോംസ് ഏത് വർഷമാണ് കൊണ്ടുവന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, 1991. ഈ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നു PV നരസിംഹറാവു, അതും ഓർത്തു വയ്ക്കുക. അതുപോലെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഫിനാൻസ് മിനിസ്റ്റർ ആണ് മൻമോഹൻ സിംഗ്. 1991. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് FDI? FDI സ്റ്റാൻഡ്സ് ഫോർ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റ് 2 ടേംസ് ആണ് FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ മറ്റൊരു ടേം ഉണ്ട് FII, അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ബാങ്കിങ് കംസ് അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോവിങ് സെക്ടർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ടെർഷറി സെക്ടർ ആണ്. ടെർഷറി സെക്ടർ മീൻസ് സർവീസ് സെക്ടർ ആണ്. അപ്പൊ അതാണ് റൈറ്റ് ആൻസർ. ബാങ്കിങ് ഒരു സർവീസ് ആണ്, അത് സർവീസ് സെക്ടറിൽ വരുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ആക്ടിവിറ്റി തന്നിട്ട് അത് ഏത് സെക്ടറിൽ വരുന്നതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. പ്രൈമറി സെക്ടറിൽ വരുന്നത് അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ഇൻഡസ്ട്രിയും അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ആയിരിക്കും. ടെർഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ തന്നെ സർവീസ് സെക്ടർ ആണ്, അതും ഓർത്തു വയ്ക്കാം. വാട്ട് വാസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് 5th 5-year പ്ലാൻ? 5ാമത്തെ 5-year പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, റിമൂവൽ ഓഫ് പോവർട്ടി ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് സെൽഫ് റിലയൻസ്. റിമൂവൽ ഓഫ് പോവർട്ടി ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് സെൽഫ് റിലയൻസ്, അതായിരുന്നു ആ സമയത്ത് മോട്ടീവ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു എസ്റ്റിമേറ്റഡ് ദ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം? ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇന്ത്യയിലെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി ആണ്. ഇൻ 1867, 1867. അതും കൂടി പഠിച്ചു വെച്ചോളൂ. അതുപോലെ സയന്റിഫിക്കലി ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാണെന്ന് ചോദിക്കാം. അതിന്റെ ആൻസർ നമുക്ക് ഇതിൽ കാണുന്ന VKRV റാവോ ആണ് അതിന്റെ റൈറ്റ് ആൻസർ, സയന്റിഫിക്കലി ആണെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്ലാനിംഗ് കമ്മീഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഇന്ത്യ ഇൻ വിച്ച് ഇയർ? പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത് 1950. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. അതുപോലെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആൾവേസ് പ്രൈം മിനിസ്റ്റർ ആണ്. അതുപോലെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഇപ്പൊ പ്ലാനിംഗ് കമ്മീഷൻ അല്ല ഉള്ളത്, അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പുതിയ ഒരു ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ പുതിയ ഒരു കമ്മീഷനാണ്. അതിന്റെ പേര് നീതി ആയോഗ് എന്നാണ്.
ഓർത്ത് വയ്ക്കുക, നീതി ആയോഗ്. Which among the following comes under primary sector of Indian economy? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. അപ്പോൾ റൈറ്റ് ആൻസർ വരിക ഡയറി സെക്ടർ ആണ്, ഓപ്ഷൻ ബി. ബാങ്കിങ് സർവീസ് ആണെന്ന് അറിയാം. ഷുഗർ ഇൻഡസ്ട്രി എന്നുള്ളത് ഇൻഡസ്ട്രി സെക്ടർ, അതായത് സെക്കൻഡറി സെക്ടർ ആയിരിക്കും. അതുപോലെ ട്രാൻസ്പോർട്ട് ഓഫ് ഗുഡ്സും സെക്കൻഡറി സെക്ടറിലാണ് വരിക. What is the full form of GNI? GNI stands for Gross National Income. Right answer is option B. Gross National Income. Then, which organization measures gross domestic product in India? ഇന്ത്യയിൽ GDP മെഷർ ചെയ്യുന്നത് ഏത് ഓർഗനൈസേഷൻ ആണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തോളാം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, CSO. Which 5-year plan had a motive of faster, more inclusive and sustainable growth? ഇത് 12th 5-year plan ആയിരുന്നു. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, 12th 5-year plan. Who among the following is the ex-officio chairman of Niti Aayog in India? താഴെ കൊടുത്തതിലെ ex-officio chairman, നീതി ആയോഗിന്റെ ex-officio chairman ആരാണ്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, പ്ലാനിംഗ് കമ്മീഷന്റെ ex-officio chairman പ്രൈം മിനിസ്റ്റർ ആണ്. അതേപോലെ നീതി ആയോഗിന്റെയും ex-officio chairman പ്രൈം മിനിസ്റ്റർ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. അതുപോലെ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 വളരെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് സഹിതം പഠിക്കണം, ഒരുപാട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2015 ജനുവരി 1. ഓക്കെ, നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ മറ്റൊരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണും വരെ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.